കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തെ കാണിച്ചിരിക്കുന്നത് രേവതി സച്ചി അങ്ങനെ ശ്രുതിയുടെ ഫോട്ടോയെ കാണുന്നുണ്ട്. അത് ആദിദേവാണ് കാണിക്കുന്നത്. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ശ്രീകാന്ത് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് വഴിക്ക് വെച്ച് ഒരു പ്രായമായ അമ്മച്ചിനെ ഇടിച്ചിട്ട് ഒരു സ്കൂട്ടി ഓടിച്ചുകൊണ്ട് ഒരു പെണ്ണങ്ങ് സ്പീഡിൽ പോകുന്നുണ്ട്, സ്കൂട്ടി നിർത്താതെ. അപ്പൊ സ്കൂട്ടിയെ ഫോളോ ചെയ്ത് ശ്രീകാന്ത് ആ പെണ്ണിന്റെ പുറകെ പോകുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളും പിന്നീട് ആ പെണ്ണ് ആരാന്നൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും ഒരു ഞെട്ടലുണ്ടാകുന്നുണ്ട് ശ്രീകാന്തിന്. ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് നമ്മൾ അവസാനം കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ശ്രുതിയുടെയും വിവാഹമൊക്കെ ഉറപ്പിക്കുകയാണ്. അങ്ങനെ ഉറപ്പിച്ചതിന് ശേഷം മെയ് 29-ാം തീയതിയൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ശ്രുതി ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ശ്രുതി ആണെങ്കിൽ ബ്യൂട്ടി പാർലർ തുടങ്ങാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തി. പിന്നീട് ക്ഷേത്രത്തിൽ നിന്ന് ശ്രീകാന്ത് വീട്ടിലേക്ക് പോയിരുന്നു. ഈ സമയത്താണ് ഇതിന് നല്ല സ്പീഡിൽ സ്കൂട്ടി അങ്ങോട്ട് വരുന്നുണ്ട്. ആ സ്കൂട്ടി വന്നിട്ട് നേരെ തൻ്റെ മുമ്പിൽ നടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു അമ്മച്ചിക്കിട്ട് ഇടിച്ചിട്ട് നിർത്താതെ അങ്ങ് പോയി. ഇത് കണ്ടു കഴിഞ്ഞപ്പം ശ്രീകാന്തിന് സഹിച്ചില്ല. കാരണം സാമാന്യ മര്യാദ വെച്ചിട്ട് ആരാണെങ്കിലും നിർത്തി എന്ത് പറ്റിയെന്ന് അന്വേഷിക്കുകയും ചെയ്യും. പക്ഷെ അവൾ എന്ത് ചെയ്യുവാണ്, ഒന്ന് നിർത്തുക പോലും ചെയ്യാതെ നല്ല സ്പീഡിൽ അങ്ങ് പോയി. ശ്രീകാന്ത് വിട്ടുകൊടുക്കുന്നുണ്ടോ? ശ്രീകാന്ത് എന്ത് ചെയ്യുവാണ്, നേരെ ബൈക്കുമായിട്ട് അവളുടെ പുറകെ അങ്ങോട്ട് പാഞ്ഞു പോവാണ്. അങ്ങനെ വഴിയിലിട്ട് അവളെ അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവള് ആദ്യം ശ്രീകാന്തിനോട് ദേഷ്യപ്പെടുവേ, ഹെൽമെറ്റ് ഒന്നും ഊരാൻ തയ്യാറായില്ല. അവസാനം ശ്രീകാന്ത് ചീത്ത പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവള് ഹെൽമെറ്റ് ഊരുക. ഹെൽമെറ്റ് ഊരി കഴിഞ്ഞപ്പോഴത്തേനും മുഖമെല്ലാം മൊത്തം മറച്ചു വെച്ചേക്കുന്നു. അപ്പൊ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, നീ എന്നാ വല്ല ഭീകരവാദ സംഘടനയുടെ ആളോ മറ്റാണോ ഇങ്ങനെ മൊത്തം മൂടിപ്പൊതിഞ്ഞു പോകുന്ന എന്നാ, എന്നീ ആ മുഖം മൂടി അങ്ങോട്ട് മാറ്റടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളോട് ദേഷ്യപ്പെടുവാണ്. അവൾ അങ്ങനെ മുഖം മൂടി മാറ്റി. അത് മറ്റാരും ആയിരുന്നില്ല, വർഷയായിരുന്നത്. അപ്പോൾ വർഷയുടെ മുഖം കണ്ടും ശ്രീകാന്ത് കൊള്ളാലോ, നീ എന്ത് കാണാനാ ഈ ചീറിപ്പാഞ്ഞു പോയത്? ആ പ്രായമായ അമ്മച്ചിനെ ഇടിച്ചിട്ടിട്ട് പോയിട്ട് ഒരു മര്യാദയുള്ളവരാണ് ചെയ്യുന്ന പരിപാടി. എന്ത് പറ്റിയെന്നെങ്കിലും അന്വേഷിക്കുകയും ചെയ്യും. നീ പിന്നെ ആർക്ക് വായുകുളിയും മേടിക്കാൻ ഓടിയതെന്ന് ചോദിക്കണം. ശ്രീകാന്തിനോട് ദേഷ്യപ്പെടും, മര്യാദയ്ക്ക് വഴിയിൽ നിന്ന് മാറ, എനിക്ക് അത്യാവശ്യമായിട്ട് പോകണമെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞാൽ ശ്രീകാന്ത്, അങ്ങനെ ഇപ്പം നീ പോണ്ട, ആ അമ്മച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് പോയാൽ മതി, അല്ലെങ്കിൽ നീ ഇന്ന് പോകത്തില്ലെന്ന് പറയണം. ഇതും പറഞ്ഞുകൊണ്ട് അവരവിടെ കിടന്ന് വല്ലാത്ത തർക്കങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അവസാനം ശ്രീകാന്ത് പറഞ്ഞൊരു കാര്യം ചെയ്യും, ആ അമ്മച്ചിനെ ഹോസ്പിറ്റലിലാക്കാനുള്ള പൈസ എങ്കിലും നീ തന്നിട്ട് പോയാൽ മതി. വലിയ കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇടിച്ചിട്ടതും പോരാ, എന്നിട്ട് ആൾ കളിച്ച് നീ പോകാൻ നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ചീത്ത പറയണം. പിന്നീട് അവിടെ ആൾക്കാരൊക്കെ ഓടിക്കൂടുന്നൊക്കെ ഉണ്ട്. ആൾക്കാരെല്ലാം ഓടിക്കൂടി കഴിയുമ്പത്തിന് അവസാനം നാണം കെട്ട് വർഷയ്ക്ക് പൈസ കൊടുക്കേണ്ടതായിട്ട് വന്നു. ഇനിയിപ്പോൾ വേറെ നിവൃത്തിയൊന്നുമില്ല, അല്ലെങ്കിൽ ആൾക്കാരെല്ലാം കൂടെ അവളെ വർഷന്റെ ഒരു പരുവാക്കും അവൾക്ക് മനസ്സിലായി. പിന്നീട് അവൾക്ക് എന്തോ അങ്ങോട്ട് പോവാനോ ഡബ്ബിങ് സ്റ്റുഡിയോയിലേക്ക് പോവാനേ തോന്നില്ല, തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഈ സമയത്ത് സച്ചിൻ രേവതി ബസ് യാത്ര ചെയ്യുക. രേവതിയുടെ മടിയിലാണ് ആദിദേവുണ്ട്. രേവതിയോട് ഓരോ കുട്ടിക്കുസൃ തരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആദ്യം. അതിനിടയ്ക്ക് ഫോണിനകത്ത് ഫുൾ ടൈം ഗെയിമുകളി വരുന്നു. അങ്ങനെ ഗെയിം കളിച്ചിരുന്നപ്പോഴത്തേനും രേവതിയുടെ ചോദ്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അതിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ രേവതിയായി കൂട്ടായി കഴിഞ്ഞാൽ പറഞ്ഞു, അല്ല എനിക്ക് ആന്റിയായിട്ടൊരു സെൽഫി എടുക്കണമെന്ന് പറഞ്ഞാൽ. അതിനെന്താ സെൽഫി എടുത്ത? ഇതേ എനിക്ക് എൻ്റെ ചേച്ചിയമ്മേനെ കാണിക്കാനെന്ന് പറയും. ചേച്ചിയമ്മേനെയോ? അത് കൊള്ളാലോ. അല്ല ഞാൻ ചേച്ചിയമ്മേനെ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ ഒരു കാര്യം ചെയ്യ, ആദ്യം ചേച്ചിയമ്മേനെ കാണിക്കുക, എന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാന്ന് പറയും. ചേച്ചിയമ്മേനെ കാണിക്കുക കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ ഓപ്പൺ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേനും പെട്ടെന്ന് വണ്ടി ഒന്ന് സഡൻ ബ്രേക്ക് ഇട്ടു. കൊച്ചിന്റെ കയ്യിൽ നിന്ന് ഫോൺ താഴേക്കും കൂടെ പോയി. താഴേക്ക് പോയി കഴിയുമ്പോഴത്തേനും അവൻ എന്ത് ചെയ്തു, ഓടിപ്പോയി വണ്ടിയെ ചാടി ഇറങ്ങിയ ഫോൺ എടുക്കാൻ തുടങ്ങുമ്പോഴത്തേനും രേവതി സച്ചിയെല്ലാം പുറകെ ഇറങ്ങുവാണ്. താഴെ പോയ സമയത്ത് തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോവുകയും ചെയ്തു. പിന്നീട് അത് ഓണാക്കാരുമില്ല. പെട്ടെന്ന് ശ്രുതിയുടെ അമ്മ പറഞ്ഞു, അതിനകത്ത് ചാർജ് തീർന്നാണ്. ഇവനെങ്ങനെയാ കയറുമ്പോൾ തൊട്ട് ഗെയിം കളിക്കാൻ തുടങ്ങും. പിന്നെ അവർ ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്തിയായിരുന്നു. ശരി മോളെ എന്ന് പറഞ്ഞിട്ട് അവരിറങ്ങും, നമുക്ക് പിന്നീട് എവിടെയെങ്കിലും വെച്ച് കാണാമെന്നൊക്കെ പറഞ്ഞിട്ട്. ഈ സമയം വർഷയാണെങ്കിൽ ഭയങ്കര കലിപ്പിൽ തിരികെ വീട്ടിലേക്ക് ഇങ്ങോട്ട് ചെന്നു. വർഷയ്ക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഒരുത്തൻ തന്നെ ഇൻസൾട്ട് ചെയ്തു. ഇത്രയും കാലത്തിനിടയ്ക്ക് ആദ്യത്തെ സംഭവമാണ്. അങ്ങനെ ചെന്ന് കഴിയുമ്പോഴത്തേനും വർഷയുടെ അച്ഛൻ ചോദിച്ചു, എന്ത് പറ്റി മോളെ, നീ ഡബിങ്ങിന് പോയില്ലേ? പോയ അതേ സ്പീഡിൽ തന്നെ തിരിച്ചെന്താ വന്നേന്ന് ചോദിക്കണം. ഒരുത്തൻ എന്നെ ഇൻസൾട്ട് ചെയ്യുന്ന പറയാം. ആരെ ഇൻസൾട്ട് ചെയ്ത്? വഴി വെച്ചുണ്ടായ സംഭവങ്ങളൊക്കെ പറയും. ഓഹോ, എന്നിട്ട് അവൻ എന്ത് ചെയ്തു? അവൻ എൻ്റെ ഇന്ന് പൈസ വാങ്ങിക്കൊണ്ട് പോയെന്ന് പറയണം. അല്ല നിനക്ക് അവന്റെ ഡീറ്റെയിൽസ് വല്ലതും അറിയാവോ? അവൻ ആരാന്നറിയാവോ? അവന്റെ വണ്ടി നമ്പർ കിട്ടിയിട്ടുണ്ട് അച്ഛാന്ന് പറയണം. ശരി നീ ആ വണ്ടി നമ്പർ ഇങ്ങോട്ട് ആട്ടെ, ഞാൻ നോക്കട്ടെ. എൻ്റെ പരിചയത്തിലുള്ള ഒരു ഓഫീസറുണ്ട്, ഞാനൊന്ന് വിളിച്ച് നമ്പർ കൊടുത്തു നോക്കാം, ഞാൻ ഡീറ്റെയിൽസ് എടുത്ത് തരാൻ പറയാമെന്നും പറഞ്ഞുകൊണ്ട് നമ്പർ വാങ്ങിക്കുവാണ്. അങ്ങനെ നമ്പരൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേനും പുള്ളിക്കാരൻ ഡീറ്റെയിൽസ് ഒക്കെ തപ്പിയിട്ട് പറഞ്ഞ് സച്ചിയുടെ പേരാണ് പറഞ്ഞത്. അപ്പൊ സച്ചിയുടെ പേരിലുള്ള ബൈക്കായിരുന്നത്. ആ ബൈക്ക് കൊടുത്തോണ്ടല്ലേ ശ്രീകാന്ത് പോകുന്നത്.
അപ്പൊ ഈ സച്ചിയുടെ പേര് കേട്ടപ്പോൾ തന്നെ അയാൾക്ക് ഡൗട്ടായി. പിന്നെ അയാൾ ഫുൾ അഡ്രസ്സ് ചോദിച്ചു. അഡ്രസ്സൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്ക് മനസ്സിലായി രവീന്ദ്രന്റെ മോനാന്നുള്ള കാര്യം. അപ്പൊ സച്ചി ആ ബൈക്ക് ഓടിച്ചെന്ന് ഓർത്തണ്ട അയാളും അയാളുടെ ഭാര്യയൊക്കെ ഇരുന്നേ. പക്ഷെ ശ്രീകാന്ത് ആണെന്നുള്ള കാര്യം അറിയത്തില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അയാൾ പെട്ടെന്ന് എന്ത് ചെയ്യുവാണ്, രവീന്ദ്രനെ വിളിക്കുവാണ്. രവീന്ദ്രനെ വിളിച്ചിട്ട് വീട്ടിലേക്ക് വരാൻ പറയാം. അപ്പൊ രവീന്ദ്രനെ ഓർത്ത് എന്താ ഇനിയിപ്പോ പെൻഷന്റെ കാര്യത്തെക്കുറിച്ച് വല്ല സംസാരിക്കാനായിരിക്കും. അതിന് ഈ സാങ്ഷൻ ആക്കാൻ എന്തെങ്കിലും ആണോ. തന്നോട് പറഞ്ഞു വിട്ടാ എന്താ സച്ചി വന്ന് കാല വീഴണം എങ്കിൽ മാത്രം ഇനിയിപ്പം ആ പെൻഷൻ തുക സാങ്ഷനായി കിട്ടുമെന്ന്. അത് തനിക്ക് സമ്മതമല്ലെന്ന് പറയുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്തിനാ പോലും വിളിക്കുന്നത്, ഇനി അടുത്ത എന്തെങ്കിലും വയ്യാവിലിയായിട്ടാണ് വിളിക്കുന്നതൊക്കെ ഓർത്തോണ്ട് അങ്ങനെ രവീന്ദ്രൻ വീട്ടിലേക്ക് വരുമായിരുന്നു. അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും തന്നെ രവീന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ മോൻ്റെ ബൈക്കിൻ്റെ നമ്പറാണ് ഇതെന്നൊക്കെ. അപ്പം പറഞ്ഞാൽ അതേന്നൊക്കെ പറയണേ. എന്നെ ഇന്ന് അവന് ബൈക്ക് ഓടിച്ചോണ്ട് പോയിട്ടേ ഏതോ ഒരു അമ്മച്ചിനെ ഇടിച്ചെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ മോളെ വഴിയിലിട്ട് ഇൻസൾട്ട് ചെയ്തു. അത് മാത്രമല്ല അവളിൽ നിന്ന് പൈസയും വാങ്ങിന്ന് പറയണം. സച്ചി അങ്ങനെ ചെയ്യില്ല എന്ന് രവീന്ദ്രൻ. പിന്നെ സച്ചി ചെയ്യില്ല പോലും, പിന്നെ ആരാ ചെയ്തേ പറഞ്ഞു. സച്ചി ഇവിടെ ഇല്ല, അവന്റെ ഭാര്യ വീട്ടിൽ പോയേക്കൊന്നു. പക്ഷെ അതൊന്നും വിശ്വസിക്കാനായിട്ട് അയാൾ കൂട്ടാക്കില്ല. അയാൾ രവീന്ദ്രനുമായിട്ട് വഴക്കുണ്ടാക്കണം. എനിക്കറിയാം നിങ്ങളോട് വന്ന് കാല് പിടിക്കാൻ പറഞ്ഞിട്ട് വൈരാഗ്യം തീർത്തല്ല എൻ്റെ മോളോട്. ഇതങ്ങനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയണം. ഇത് കേട്ട് രവീന്ദ്രൻ എനിക്ക് കള്ളത്തരം പറയേണ്ട ആവശ്യമില്ല. പിന്നെ ബൈക്ക് വീട്ടിലുണ്ടായിരുന്നു, വേറെ 2 മക്കളും കൂടെ ഉണ്ട്. അവരിൽ ആരാണെങ്കിലും ആണോ എടുത്തോണ്ട് പോയെന്നും എനിക്ക് അറിയത്തില്ല. ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും ഒരു കാര്യം ചെയ്യാം, നിങ്ങളുണ്ട കേസ് കൊടുക്കാൻ പറയാണ്. നിങ്ങളുടെ മോൾ ഒരു കുറ്റം ചെയ്തിട്ട് അത് എൻ്റെ മോൻ്റെ തല കെട്ടിവെക്കാൻ നോക്കുന്നതെന്ന് പറഞ്ഞ് രവീന്ദ്രൻ വഴക്കുണ്ടാക്കണം അവരുമായിട്ട്. അവസാനം പറഞ്ഞു, എനിക്ക് മനസ്സിലായി നിങ്ങൾ മനഃപൂർവ്വം കരുതി കൂടി ചെയ്താ. ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാലും നിങ്ങളുടെ പെൻഷൻ ഞാൻ സാങ്ഷനാക്കി തരില്ല. സച്ചി വന്നത് കാല് പിടിച്ച് മാപ്പ് പറയാതെ പെൻഷൻ സാങ്ഷനായി തരില്ല എന്ന് പറഞ്ഞപ്പോൾ രവീന്ദ്രൻ അങ്ങോട്ട് ദേഷ്യം വന്നു. എത്രയെന്ന് വെച്ചാൽ സഹിക്കുന്നേ, കാരണം അയാളുടെ വീട്ടിൽ നിർത്തി കൊടുക്കുന്ന പൈസയൊന്നുമില്ല, പെൻഷൻ എമൗണ്ട് ആണ്. അതൊരു പ്രതികാരത്തിന്റെ പേരിൽ അതിങ്ങനെ വെച്ച് താമസിക്കേണ്ട ഒരു ആവശ്യമില്ല. രവീന്ദ്രൻ പറഞ്ഞു, നിങ്ങൾ തന്നില്ല കുഴപ്പമില്ല, ഞാൻ പരാതിയായിട്ട് പൊക്കോളാം, ഞാൻ കോടതി പൊക്കോളാം, എനിക്ക് അവിടുന്ന് നീതി കിട്ടിക്കോളും. ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് എടുത്ത് തരുന്ന പൈസ പോലെ ഔദാര്യത്തിലാണല്ലോ നിങ്ങളുടെ പറച്ചിലെന്ന് പറയാം. ഇത് കേട്ട് ഇനിയിപ്പോൾ അയാൾ പറഞ്ഞു, എന്നാ നീ പോയി കോടതി കൊണ്ട് കേസ് കൊടുത്തെന്ന് വാങ്ങിക്കുന്ന എനിക്കൊന്ന് കാണണമല്ലോ. ഞാനേ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്നൊക്കെ പറയുന്നുണ്ട്. രവീന്ദ്രൻ പറഞ്ഞു കാണാന്ന് പറഞ്ഞ് രവീന്ദ്രൻ ദേഷ്യപ്പെട്ട് പോവാണ്. ഈ സമയത്ത് അയാളുടെ ഭാര്യ ഒരു കാരണവശാലും അത് സാക്ഷനായി കൊടുക്കരുതേട്ടാ, അയാൾ ഇച്ചിരി നടക്കട്ടെ, അയാളുടെ മോന് നമ്മുടെ കാല് വന്നേ മാപ്പ് പറയണം, കാല് പിടിച്ച് എങ്കിൽ മാത്രം സാങ്ഷനായി കൊടുത്താമെന്ന് പറയണം. ഈ സമയം രവീന്ദ്രൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് പോവാ, എൻ്റെ മോൻ വന്ന് കാല് പിടിച്ചിട്ട് നിങ്ങളെ സാങ്ഷനാക്കി തരണ്ടാ, അല്ലാതെ എനിക്ക് സാങ്ഷനാക്കാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ രവീന്ദ്രൻ വീട്ടിലേക്ക് ചെല്ലുന്നത്. വീട്ടിലേക്ക് ചെന്ന് ഇപ്പോൾ അവിടെ ശ്രീകാന്തും സുധിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് രവീന്ദ്രന്റെ മുഖം കണ്ടപ്പോൾ എന്തോ ഒരു പ്രശ്നമുണ്ട് ശ്രീകാന്തിന് തോന്നി. അപ്പൊ ശ്രീകാന്ത് അച്ഛനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ ശ്രീകാന്ത് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറയാൻ രവീന്ദ്രനോട്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ മനസ്സിലായി ന്യായം ആരുടെ ഭാഗത്താന്നുള്ളത്. പിന്നീട് ശ്രീകാന്ത് പറഞ്ഞു, അച്ഛനൊന്നും ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ, ഇതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് ശ്രീകാന്ത് പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.